ഫുൾ ഓൺ ഒരു കിള്ളം വാഹനമായിട്ടുമാണ്, അതും സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന Volkswagen Tiguan വൈറ്റ് വണ്ടി, നല്ല കിഡിലം വണ്ടി, അതും 2022 മോഡല് KL30 രജിസ്ട്രേഷന്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2021 51,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. RXZ ആണ് വരുന്നത്, ഫസ്റ്റ് ഓണർ കേട്ടോ, സിംഗിൾ ഓണർ വണ്ടി അല്ലേ. അപ്പൊ ടയറൊക്കെ നോക്കിയാലും നാലും ഫുൾ കട്ട പുത്തൻ ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 51,000 കിലോമീറ്റർ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ സിംഗിൾ ഓണർ വണ്ടി. 5 നമ്മൾ നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. ഈ ക്ലാസ് 250 നമുക്ക് മെയിൻ്റെനൻസ് കുറവും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു കിള്ളം ഫാമിലി കാറാണ്. 2 വരുന്ന അമേസ് നമ്പറാക്കി വരികയാണെങ്കിൽ ഏകദേശം 5.4, ലാസ്റ്റ് 8 രൂപ ഒരു രൂപ 1 രൂപ വണ്ടി. ക്രിസ്റ്റയാണ്, ഒരു 3 ക്രിസ്റ്റകൾ വരുന്നുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് എൻക്വയറി വരുന്നൊരു കളറാണ്. ഇതിന്റെ ഏറ്റവും ഓട്ടോമാറ്റിക് ആണ്, 15 ആണ്. 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി വരുന്നത് കേട്ടോ. 2 വീൽ ഓട്ടോമാറ്റിക് മാക്സിമം വില കുറച്ചിട്ട് ഇന്നോവ അതേപോലെ തന്നെ ക്രിസ്റ്റ ഫോർച്യൂണർ ഒക്കെ നോക്കുന്നവർക്ക് അല്ല പുതിയ ഒത്തിരി കളക്ഷനൊക്കെ ആയിട്ടും വീണ്ടും നമ്മൾ MKL നമ്മൾ ഈ ഒരു സൈഡ് എപ്പോഴും നമ്മൾ ക്രിസ്റ്റ ഇന്നോവ ഫോർച്യൂണറിന് വേണ്ടി ഒഴിച്ചിരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം പുതിയ സ്റ്റോക്കുകളാണ്, മുമ്പത്തെ സ്റ്റോക്കുകളല്ല. അപ്പോൾ കിഡ്ലൻ കളക്ഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേ നമ്മൾ തവണ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാറുകൾ ഫുൾ ഓണിലും നല്ല ഡീസൽ കിഡ്ലൻ വാഹനങ്ങളൊക്കെ ഉള്ള ഒരു പാർട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രസ് ഓട്ടോമാറ്റിക് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്രെറ്റ ഒക്കെ നല്ല ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കിഡ്ലൻ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തവണ വീണ്ടും MKL ആണ്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം ജില്ലയിലെ വള്ളോമ്പുറത്താണ്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ. അപ്പോൾ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ഫുൾ ഓൺ ഒരു കിള്ളം വാഹനമായിട്ടുമാണ്, അതും സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന Volkswagen Tiguan വൈറ്റ് വണ്ടി, നല്ല കിഡിലം വണ്ടി, അതും 2022 മോഡല് KL30 രജിസ്ട്രേഷന്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയാണ് പൈസക്ക് അതിന്റെ ഡീറ്റെയിൽസ്? 2022 മോഡലാണ്. 2022 ആണ് മോഡൽ, ഫസ്റ്റ് ഓണർ ആട്ടോ. ഇത് ശരിക്കും ടോപ്പ് എൻഡ് ആണ് ഇത് വരുന്നത്. പെട്രോൾ ആട്ടോ. നമുക്കിപ്പോ പുതിയ വാഹനങ്ങളല്ല പെട്രോളിലാണ് വരുന്നത്. അത് നമുക്ക് ലോ കിലോമീറ്റർ ആണ് വരുന്നത്. അതെ അതെ. എങ്ങനെയായിരുന്നു ഇത്? ഇതാണ് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. ഇത് നമ്മൾ ചോദിക്കുന്ന വില പറഞ്ഞ് ചോദിക്കുക 11 രൂപയ്ക്ക്. 11 രൂപ അല്ലേ? അത് നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ഏറ്റവും വലിയ അട്രാക്ഷൻ 22 മോഡല് സിംഗിൾ ഓൺഷിപ്പില് വെറും 11,000 കിലോമീറ്റർ സൺറൂഫ് അടക്കം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് നമുക്ക് ഫുൾ ഓൺ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം കേട്ടോ. ഇതന്നെ ഒരു കിഡ്ലൻ ഡസ്റ്റർ ആണ്, നല്ല അടിപൊളി കളറ് കാര്യങ്ങള്. അത് നമുക്ക് ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ജെന്നെ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡലാട്ടോ. 2021 ആണ്, 51,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. RXZ ആണ് വരുന്നത്, പെട്രോൾ ആണ്, ഫസ്റ്റ് ഓണർ കേട്ടോ, സിംഗിൾ ഓണർ വണ്ടി അല്ലേ. അപ്പൊ ടയറൊക്കെ നോക്കിയാലും നാലും ഫുൾ കട്ട പുത്തൻ ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 51,000 കിലോമീറ്റർ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ സിംഗിൾ ഓണർ വണ്ടി. പൈസ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 6 രൂപ. നല്ല അടിപൊളി നമ്പറൊക്കെ വരുന്നുണ്ട്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് ഏകദേശം എന്തായാലും ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ മാതിരി 80-50 ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം, സുഖമായിട്ട് വണ്ടി ഇറക്കാം. അതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കിഡ്ലൻ സെഡാനാണ്. നമുക്കൊരു ടൊയോട്ട ഓൾട്ടിസ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 ആണ് വണ്ടി. എങ്ങനെയായിരുന്നു? ഡീസൽ അല്ല, 2013 ആണ്, ഡീസലാണ്, സെക്കൻഡ് ഓണർ ആട്ടോ വണ്ടി വരുന്നത്. ഓക്കെ. G ആട്ടോ, ഏറ്റവും ഫുൾ ലോഡ് ആണ് വരുന്നത്. ഒറിജിനൽ കേരള അല്ലേ വണ്ടി? ഒറിജിനൽ കേരള. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.4 ആണ്. അതിലൊക്കെ താഴെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ നോക്കാം. ലോൺ സൗകര്യം ഉണ്ടാവും? ഒറിജിനൽ കേരള ലോണൊക്കെ ഉണ്ട്, മാക്സിമം ലോൺ ചെയ്യാം. അതൊരു പ്രീമിയം വെഹിക്കിൾ ആണ്. ബെൻസ് അല്ലെ, മെഴ്സിഡസ് ബെൻസ്. ഏതായിരുന്നു? 220 2010 മോഡൽ കേട്ടോ. ഏതായിരുന്നു? ഈ ക്ലാസ് ആണത്? ഈ ക്ലാസ് 250. എത്രയായിരുന്നു നമുക്ക് മോഡല് കാര്യങ്ങളൊക്കെ? 2010 ഈ ക്ലാസ് 250 ഏകദേശം എന്താ പറയാ 1.28 ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഇങ്ങനെ ഇത് നമ്പർ ആക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞേ 5.5 നമ്മൾ നമ്പർ ആക്കി കൊടുക്കും. 5.5 നമ്മൾ നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. ഈ ക്ലാസ് 250 നമുക്ക് 2010 നമ്പർ ആക്കിയിട്ട് 5.4 അല്ലേ. ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിള്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ റേറ്റ് മാത്രം എന്ന് പറഞ്ഞാണ്. ഇത് നമ്മൾ വേണമെങ്കിൽ 1.60 കേട്ടോ. താല്പര്യമുള്ളവർ വിളിച്ചോളി കേട്ടോ. ഫുൾ പേപ്പർ ക്ലിയർ ആണ്. ഫുൾ പേപ്പർ ക്ലിയർ ആണ്. 1.5 അല്ല, ഒരു അവല്ല വണ്ടി അടിപൊളിയാണ്. അപ്പൊ അതാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഒരൊറ്റ വണ്ടി തന്നെ ഉള്ളൂ. വർക്കിംഗ് കാര്യങ്ങളൊക്കെ പക്കയാണ് അല്ലേ. അടുത്ത നമ്മൾ ഡെയിലി യൂസിന് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഡീസലിൽ ഒരു ടിയാഗോ അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഫസ്റ്റ് ഓണർ ആണ്, 2018 മോഡലിലെ XM ആണ്. അതാ വണ്ടി വരുന്നത്. അത് ചോദിക്കുന്നത് 380 അല്ലേ. 10 രൂപ വണ്ടി ഇറക്കാം തീർച്ചയായിട്ടും. അടുത്ത 2 കിഡ്ലൻ നമുക്ക് മെയിൻ്റെനൻസ് കുറവും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു കിഡ്ലൻ ഫാമിലി കാറാണ്. 2 വരുന്ന അമേസ്. 2 വൈറ്റ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 ആണ്. 22 മോഡല്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 45,000 കിലോമീറ്റർ ഉള്ളൂ. 45,000 കിലോമീറ്റർ. ഇന്ത്യയിലൊക്കെ ഒക്കെ നല്ല കിടുവാണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? പെട്രോൾ ആണ്. 3 അല്ലേ. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? ഇത് നമുക്ക് ഏകദേശം ഒരു
8 രൂപ. 8 രൂപ 19 രൂപ വണ്ടി ഇറക്കാം തീർച്ചയായിട്ടും. അടുത്താണ് വീണ്ടും ഒരു അമേസ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, രണ്ടും ഓട്ടോമാറ്റിക് ആണ്. രണ്ടും ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ CVT ഓട്ടോമാറ്റിക് ആണ്. സോ നല്ല കംഫർട്ട്, നല്ല കിഡ്ലൊരു ഫാമിലി കാർ തന്നെ പറയാം. ഇത് 2018 ആണ് കേട്ടോ. ഇതെങ്ങനെയായിരുന്നു? 2018 ആണ് വണ്ടി വരുന്നത്. ഏകദേശം 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ഇത് നിങ്ങൾക്ക് ഏകദേശം 6.45 അല്ലേ? ഇത് നമുക്കൊരു മൈലേജും പെർഫോമൻസും സ്പേസ് ഒക്കെ നോക്കുന്നത് കിഡ്ല ഹാഷ് ബാക്ക് ആണ് ജാസ്. ഇത് ഡീസലാണത് പെട്രോൾ ആണ്? ഡീസലാണ്. സോ നമുക്ക് ലോങ്ങില് 22-23 തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. 2015 മോഡൽ അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.20 ഓടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. റീവണ്ടി ആണോ അത്? റീ ആണ്. നിലവിൽ കേൾട്ടണിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 4.4. 4.4. ഏകദേശം എത്ര വണ്ടി ഇറക്കാം? അതൊക്കെ 1 രൂപ ഒക്കെ നമ്മൾ ചെയ്യാം. സുഖം. ഇനി ഇവിടെ നമ്മൾ ഇന്നോവന്റെ നല്ലൊരു കിഡ്ലൻ കളക്ഷൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് ഇതിന് വൈറ്റില് ടൈപ്പ് 4 ഒക്കെ വരുന്ന ഒരു കിഡ്ലൻ വാഹനം. ഏതൊന്ന് പൈസൽക്കാ ഡീറ്റെയിൽസ്? 2011 മോഡലാട്ടോ. അത് നമ്പർ ആയിട്ടില്ല, നമ്പറാക്കാൻ കൊടുത്തിട്ടുണ്ട്. നമ്പറാക്കി വരികയാണെങ്കിൽ ഏകദേശം 5.4 അല്ലേ? സെക്കൻഡ് ഓണർ ആണ്. ഏകദേശം 1.20 ഓടിയിട്ടുണ്ട്. 1.20 ഓടിയിട്ടുണ്ട്. നമുക്ക് നമ്പറൊക്കെ ആക്കിയിട്ട് 5.4 ചെയ്യാൻ പറ്റും. ലോൺ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക്? ലോണ് നമുക്ക് ഒരു 4-4.5 വരെയൊക്കെ ലോൺ ചെയ്യാം. 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? വീണ്ടും ഒരു വൈറ്റ്. ഇതിപ്പോ നിലവില് റീവണ്ടിയാണോ കേരള വണ്ടിയാണോ? അല്ല, അത് റീ ആണ്. കേരള 2014 ഒറിജിനൽ ടൈപ്പ് 4 വണ്ടി. സെക്കൻഡ് ഓണർ 1.85 ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്കേറ്റിംഗ് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം. സെക്കൻഡ് ഓണർ അല്ല? എത്ര ചോദിക്കുന്നത് ഇതിന്? 7.80. 1.5 രൂപ വേണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇതുകൊണ്ട് ഗ്രേ ഫിനിഷിങ്, അതും ഇന്റർ കൂളർ ആണ്. സോ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 4 അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ ടൈപ്പ് 4 ആണ് വരുന്നത്. നിലവിൽ കേൾട്ടൺ BK നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014-15 രജിസ്ട്രേഷൻ വണ്ടിയാണ്. G4 ആണ്. തേർഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് അല്ലേ? നല്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്ന ഈ ഒരു വാഹനത്തിന്? ഇത് 84,000 കിലോമീറ്റർ ഇതിൽ കാണുന്നത്. അത് ജനുവനാന്നുള്ളത് നമ്മൾ പറയില്ല. എഞ്ചിന് മെക്കാനിക്കലൊക്കെ എന്താ? അടിപൊളിയാണ്. അതാണ് നമുക്ക് ടയോട്ടന്റെ കാര്യത്തിൽ നമ്മൾ എഞ്ചിൻ മെക്കാനിക്കലും പക്കനെ പിന്നെ ഒന്നും നോക്കാമല്ലേ അല്ലേ? എത്ര ചോദിക്കുന്നതിന്? ഇത് നമുക്ക് ലാസ്റ്റ് 8 രൂപ. ഒരു 1 രൂപ 1.5 രൂപ വണ്ടി അതാണ്. സെയിം കളറിൽ വീണ്ടും ഒരു ഇന്നോവയാണ്. KL52 പട്ടാമ്പി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ഇത് കേരള വണ്ടിയാണോ റീ വണ്ടിയാണോ? റീ ആണ്. 2015 V ആണ്. അന്നത്തെ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ അന്ന് Z വരുന്നുണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് ഓണർഷിപ്പ് വരുന്നത് 5th ഓണർ ആണോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇനി ഇപ്പൊ നമ്പറായി വന്നതിന് ശേഷം ഇങ്ങനെ ആയതാ. അത് പോട്ടെ, ഏതായാലും കിലോമീറ്റർ 2.10 കിലോമീറ്റർ കറക്റ്റ്. അതിലും മേലെ ഒന്നും വണ്ടി ഓടിയിട്ടില്ല. എത്ര ചോദിക്കുന്നത്? നമ്മൾ 8.5 ചോദിക്കുന്നുണ്ട്. അതിന് താഴെ മാക്സിമം കുറച്ച് കൊടുക്കാം. നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവില്ല അതിന്? ചെയ്യാം. അടുത്തത് സിൽക്കി ഗോൾഡ്. അതേപോലെ അത്യാവശ്യം ആളുകൾ എൻക്വയറി ചെയ്യുന്നൊരു കളർ കൂടിയാണ് ഇത്. ഇതെങ്ങനെയായിരുന്നു? 2012 ആണ്. കിലോമീറ്റർ 2012 ആണ്. 2.60 ഏകദേശം ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർ ആണ് കേട്ടോ. എത്ര ചോദിക്കുന്നത്? ഇത് 6.25 അല്ലേ? ഏകദേശം ഒരു 1.5 രൂപ വേണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. നമുക്ക് ക്രിസ്റ്റയാണ്. ഒരു 3 ക്രിസ്റ്റകൾ വരുന്നുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് എൻക്വയറി വരുന്നൊരു കളറാണ്. Z. ഇതിന്റെ ഏറ്റവും ഓട്ടോമാറ്റിക് ആണ്. Z ഏറ്റവും ഫുൾ ലോഡിൽ ഓട്ടോമാറ്റിക്. അതിനൊന്ന് മോഡല് കാര്യങ്ങളൊക്കെ 2016 ആണ്. 1.45 ഓടിയാണ്. ഫസ്റ്റ് ഓണർ ആണത്. കേരള വണ്ടിയാണ്. അത് കേരള അല്ല, റീ ആണ്. ഫസ്റ്റ് ഓണർ ആണ്. ഇത് നമ്പർ ആയിട്ടില്ല. നമ്പറായി വരുമ്പോൾ സെക്കൻഡ് ഓണർ ആവും അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. മേജർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 16 നമ്പറാക്കി വരുമ്പോൾ നമ്മൾ വലിയ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മാക്സിമം ഒരു 2 രൂപയ്ക്ക് വേണ്ടി ഇറക്കാം. 2-2.5 വരെ നമുക്ക് ചെയ്യാം. ഞാനൊരു വൈറ്റ് KL11 വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2019 വണ്ടി കേട്ടോ. 2019 ഒറിജിനൽ കേരള വണ്ടി. ഫസ്റ്റ് ഓണർ ആണ്. 70,000 കിലോമീറ്റർ ഓടുന്ന വണ്ടി. ഒറിജിനൽ കേരളയാണ്. അതെ, അതും 11 രജിസ്ട്രേഷൻ അല്ലേ? എത്ര ചോദിക്കുന്നത്? ഇതാണ് 21.25. അതിൽ നമ്മൾ വലിയ എന്ത് ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ആകെ 70,000 കിലോമീറ്റർ ഓടില്ല ഫസ്റ്റ് ഓണർ ആണ്. അപ്പൊ സംഗതി നമുക്ക് 1 ലക്ഷം താഴെ ക്രിസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ റയർ ആണ് അല്ലേ? അതെ. ദെൻ വീണ്ടും നമുക്ക് ഒരു സിൽവർ ഫിനിഷിംഗ്. ഇത് 2016 മോഡൽ തന്നെ. അത് സെയിം സാധനം. 2010 Z ആണ് വരുന്നത്. 1.57 ഓടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. നമ്പറായി വരുമ്പോൾ ഏകദേശം നമുക്ക് ഈ പറഞ്ഞ വില ചോദിക്കുന്നത് 16 ചോദിക്കുന്നുണ്ട്. അതിന് താഴെ ചെയ്ത് കൊടുക്കാം.
ഓക്കെ 16 ചോദിക്കുന്നത് നമുക്ക് 1.5 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കുകയും ചെയ്യാമല്ലോ. യെസ്. ഇത് നമുക്കൊരു കിളം ഫോർച്യൂണർ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2015 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി വരുന്നത് കേട്ടോ. 2 വീൽ ഓട്ടോമാറ്റിക്. നമുക്ക് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.35 ഓടിയുണ്ട്. സെക്കൻഡ് RC ഓണറാണ്. നമ്പറാക്കി വരുമ്പോൾ നമുക്ക് നമ്പർ ആക്കാതെ വേണമെങ്കിൽ നമുക്ക് 13 രൂപ ഒക്കെ ചോദിക്കുന്നത്. നമ്പർ ആകുമ്പോൾ 15 രൂപ വരും. 15 രൂപ അല്ലേ? നമുക്ക് നമ്പറൊക്കെ ആക്കി കഴിഞ്ഞാൽ ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. യെസ്. അപ്പോൾ അതാണ് നമുക്കിന്ന് MKL-ലായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്താണ്. പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓസോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.